ഹായ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടില്ലേ. എന്നാന്ന് അമ്മ തന്നെ പറയും. അമ്മ അരിയുണ്ട. അതെ, അപ്പം അരിയുണ്ട അതിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അത് നമുക്ക് കൈ അരിച്ചിട്ടാണ്. അപ്പോൾ നമ്മ ഉണ്ണിയപ്പം പോലെ തന്നെ അരി ഉണ്ടക്കും അധികം ഓർഡർ ഉണ്ടാവലുണ്ട്. ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ തിരക്കിന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇന്ന് നമുക്ക് ചെറിയൊരളവിൽ എങ്ങനെ ഉണ്ടാക്കലെന്ന് കാണിക്കാം. അപ്പോൾ രണ്ട് മൂന്ന് സൈസിലാക്കലുണ്ട്. വേഗം അന്നേരം തന്നെ ചിലവാണെങ്കിൽ അധികം മുറുക്ക പിടിക്കൂല. ഇതൊക്കെ വെള്ളപ്പാവ് കുറച്ച് ലൂസിലാക്കിയിട്ട് മറ്റിങ്ങനെ ഗൾഫിലേക്കെല്ലാം കൊണ്ടുവന്നാണെങ്കിൽ വെള്ളപ്പാവ് കുറച്ച് നല്ല കട്ടിയായിട്ട് വേണം. അന്നേരം അത് കുറച്ച് നാൾ നിൽക്കുള്ളൂ. ഞാൻ രണ്ട് സൈസിലാക്കാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് കുറച്ച് കട്ടിയില്ല. നമ്മൾ മുമ്പെല്ലാം അനിയാട്ടിനെല്ലാം ഗൾഫിൽ ഇല്ല സമയത്ത് അമ്മ ആക്കല് വെച്ചാൽ അരി വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചിട്ട് അതിൽ തന്നെ വെല്ലും ഇട്ട് പൊടിക്കും. വെല്ലം ചെറിയതിടും, പിന്നെ തേങ്ങയും അതിൽ തന്നെ ഇട്ടിട്ട് പിന്നെ മിക്സിയിൽ തന്നെ കറക്കിയിട്ട് ഉണ്ടാക്കും. പണ്ടെല്ലാം ഒരലെല്ലാം ഇടിച്ചിട്ട് അങ്ങനെല്ലാം ആക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മ ആക്കി കൊടുക്കലെന്ന് വെച്ചാൽ വെല്ലം പാവാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് ആക്കല്. അങ്ങനെ ഉണ്ടാക്കിയാൽ കുറേ നാൾ കേടുകൂടാണ്ട് നിൽക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് അധികം ഗൾഫിലേക്കും അങ്ങനെല്ലാം ഓർഡർ ഉണ്ടാവല്. ഈ അരിയുണ്ടക്ക് കൂടുതലും കൊണ്ടുപോകുന്നവർ പറയും ദൂരത്തേക്കാന്ന് പറയും പ്രത്യേകം. എന്നാൽ നമ്മൾ ഈ രീതിയിലാണ് ആക്കി കൊടുക്കൽ. അതേപോലെയാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ഗ്രാം അരി. നമ്മൾ കഴുകരുത്. അപ്പം മട്ട അരിയാന്ന് എടുത്തിട്ടില്ല കേട്ടോ, ചുവന്ന അരി. അതെ, ഏതരി ഉണ്ടാവൂല അമ്മ? ഏതരി ഉണ്ടാവും. നമുക്ക് ഇതുകൊണ്ടാണ് ആക്കി കൊടുക്കില്ല എല്ലാവർക്കും. നമ്മിപ്പം അരി ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ അരിയാണ് കൂടുതലായിട്ട് എടുക്കല്. ടേസ്റ്റ് കൂടുതൽ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ആറി വരട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പകുതി നമുക്ക് ചെറിയെടുക്കാം. തേങ്ങ എത്ര ഇടുന്നതിലും മോശമൊന്നുമില്ല. അപ്പോൾ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ടേസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ പകുതി നമുക്ക് ചെറിയെടുക്കാം. തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതാ കഴുകിയിട്ട് വെള്ളമെല്ലാം ആറിയിട്ടുണ്ട്. അരി നമുക്ക് വറുത്തെടുക്കാം. പകുതി ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല തീയിലാണ് വറുത്തെടുക്കേണ്ടത്. താണ്ട് ഇളക്കും വേണം. നിർത്തിപ്പോയാൽ പിന്നെ കരിഞ്ഞു പോടി. അപ്പോൾ ആദ്യത്തെ സെറ്റ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. അരി ഇങ്ങനെ ഒരു പൊട്ടുന്ന ഒച്ചേക്കും. അത് നിൽക്കുമ്പോൾ എല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. രണ്ടാമത്തെ സെറ്റ് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. അമ്മ സാധാരണ ആക്കുമ്പം ഓട്ടിന്റെ ചട്ടിയിലാണ് കേട്ടോ വറുത്തെടുക്കല്. അപ്പോൾ നല്ല പൊട്ടിയിട്ട് വലിയ പൊരി പോലെ ആവലുണ്ട്. അങ്ങനെ ആവുന്നില്ല. അമ്മേന്റെ ഓട്ടിന്റെ ചട്ടി അപ്പറായിപ്പോയി. വരുമ്പോ എടുക്കാനും വിട്ടുപോയി. പിന്നെ ചീനച്ചട്ടിയിലാക്കാം. നല്ല പൊരിഞ്ഞ് നല്ല പൊരി പോലെ വരും. ഇത് അത്രയായിട്ട് രണ്ടാമത്തെ സെറ്റ് ഏകദേശം വറുത്ത് ആവാനായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 4-5 ഏലക്കായി കൂടി ചേർത്ത് കൊടുക്കേ. അരിയെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അല്ലേ? അപ്പോൾ ഇതാ 3 അണി വെല്ലം എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കിലോ വെല്ലം ഉണ്ടാവും കേട്ടോ ഇത്. നമുക്കത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എട്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
അത് കണക്കുണ്ടല്ലേ അതിന്, എന്നാലേ ആ ഒരു പാകത്തിലാവൂലും. വെള്ളം നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം പാവാക്കാൻ വെച്ചതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പൊടിക്ക് മധുരത്തിനുള്ള ഒരു ബാലൻസ് വേണ്ടിയിട്ട്. വെള്ളം പാവുന്ന സമയം കൊണ്ട് നമുക്ക് വറുത്ത അരി പൊടിച്ചെടുക്കാം. അരിക്കണല്ലോ അമ്മ. വലിയ കണ്ണിലെ അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ. ഏലക്കായ ഇട്ടുകൊണ്ട് നല്ല മണം അരി പിടിച്ചത്. രണ്ടാമത്തെ സെറ്റും പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളപ്പാവും ഇടുന്ന് റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെള്ളം അരിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വെള്ളപ്പാവ് നല്ലോണം കുറുകി നല്ലോണം ഇങ്ങനെ കൈക്ക് തൊട്ടാൽ ഇങ്ങനെ ഒട്ടുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോൾ നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കണ്ട്. തേങ്ങ ഇടുമ്പോൾ കുറച്ചുകൂടെ ലൂസാവും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇളക്കണം ഇടുന്നതനുസരിച്ച്. സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫായി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണ് കട്ടിയാവുന്നവരെ കൊടുക്കണം. അപ്പം അരിപ്പൊടി മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളവും എല്ലാം പാകത്തിനുണ്ട്. എല്ലാം പാകത്തിന് തന്നെ. അപ്പം പിന്നെ ഇതിന് ലേശം നെയ്യിൽ എല്ലാം ഇളക്കി എല്ലാം മിക്സായി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു സ്പൂൺ നെയ്യിൽ ഒഴിച്ചു കൊടുക്കും. ചൂടോടെ തന്നെ ഉണ്ടാക്കി കൊടുക്കും. കഴിഞ്ഞാൽ പിന്നെ അത് സെറ്റായി പോകും. അതെ, 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി കൈക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ ഉരുളയാക്കണം. അപ്പോൾ കൈക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. ചൂടോടെ തന്നെ ഉരുളയാക്കണം. തടിഞ്ഞാൽ പിന്നെ വേഗം സെറ്റായി പോകും. പിന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചൂടോടെ തന്നെ ഇത് ഉണ്ടാക്കണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല കുറച്ച് ഉറപ്പിലാന്ന് പിടിച്ചിട്ടുള്ളത്. ഇതിപ്പം പിന്നെ സെറ്റാകുമ്പോൾ കുറച്ച് നല്ല ഉറപ്പും ഉണ്ടാവും. കുറച്ച് നാൾ നിൽക്കുകയും ചെയ്യത്. പിന്നെ ഇതിനെക്കാട്ടി കുറച്ച് വെള്ളപ്പാവ് കുറച്ച് ലൂസാക്കിയിട്ടും പിടിക്കലുണ്ട്. എന്നാൽ അന്നേരത്തെ ഒരു പരിപാടിക്കെല്ലാണെങ്കിൽ അങ്ങനെ പിടിക്കും. നമ്മ ഇന്ന് മീഡിയം സൈസിലേതാ ഈ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കിന്. ഇതിനേക്കാളും വലുത് ചോദിച്ചവർക്ക് വലുത് ആക്കി കൊടുക്കലുണ്ട്. മിക്കവാറും ചെറുതിനാണ് കൂടുതൽ ഓർഡർ ഉണ്ടാവല്.
അപ്പൊ നമ്മളെ അരിയുണ്ടിയുടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. അത്രപ്പര ഇതിനെ കൊണ്ട് ഒരു 25 അരിയുണ്ട ആക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ. ഒരു മീഡിയം സൈസിലാണ് നമ്മ ഉണ്ടയാക്കി എടുത്തിട്ടില്ലേ. എന്താ 4 ഇടിയുണ്ട്, അതിൽ പിടിക്കുന്നത് മാത്രം അതിൽ വെച്ചിന്. അപ്പൊ നമുക്ക് ചായ പിടിച്ചാലോ? ചായ കുടിക്കാം. അപ്പൊ അരക്കല അരി കൊണ്ട് 50 എണ്ണം ആവും. അത് കണക്ക് തേങ്ങ, അതിൻ്റെ കണക്ക് തന്നെ തേങ്ങയും കൂട്ടണം. പിന്നെ ഇപ്പം 250 ഗ്രാം വെല്ലം, 1/4 കിലോ വെല്ലം എടുത്തിന്. അപ്പൊ 1/2 കിലോ വെല്ലം വേണം, നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. അപ്പം മധുരം അങ്ങനെ വേണ്ടാത്തവർക്ക് അതിനായിട്ട് കുറച്ചൊക്കെ അങ്ങനെ എടുക്കാം. പക്ഷെ ഇങ്ങനെയാണ് നല്ല ടേസ്റ്റ് തിന്നാൻ വേണ്ടിയിട്ട്. ഇത് തണിയുന്നോറും ഹാർഡാവും. കുറച്ച് ഉറപ്പായിട്ട് വരും. ഹാർഡാവേ വേണ്ട. അതെ. അപ്പൊ നമ്മ ചായ കുടിക്കലായി. നമ്മളെ വസന്തമ്മയും വന്നിട്ടുണ്ട്. അമ്മ അരിയുണ്ട അമ്മേന്റെ ഫേവറേറ്റ് ആണ് കേട്ടാ. വസന്തമ്മ നമ്മ ഉണ്ടാക്കുമ്പോ കഞ്ഞി കുടിച്ചിട്ട് കുറച്ചമ്മയുടെ കടന്നിന്. അതെ, അമ്മ വിളിക്കാന്ന് വെച്ചാൽ ഇപ്പൊ വിളിച്ചു. അമ്മക്ക് 2 ദിവസമായി കാല് കുറച്ച് വേദന, അതുകൊണ്ട് അത് കേട്ടാ അമ്മ റെസ്റ്റ് എടുത്തോട്ട് ചോദിച്ചിട്ട് നമ്മ വേഗം ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ചായ കുടിക്കാം. എടുത്തോ ഇങ്ങോട്ട്. അമ്മ എടുത്തമ്മ തിന്നോക്കമ്മ. അത് മണിക്കറാം അമ്മ അമ്മരെ തന്നാല്. ലോകുന്റെ കൊടുക്കണ്ട കേട്ടാ, മിക്കവാറും അതെല്ലാം തീർക്കും. പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല ലോകുസ്. നല്ല ഉറപ്പ് വരില്ല കേട്ടാ. കുറച്ച് ഉറപ്പില് നമ്മൾ പിടിച്ചു തന്നത്. ബസ്നേച്ചിന്റെ ഫേവറേറ്റ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പ് വരലായില്ലേ? ഉറപ്പ് വരില്ല. തിന്നോണ്ടിരിക്കാൻ തോന്നും. അപ്പൊ ഞാനും ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കുഞ്ഞു കൊടുക്കൂ അമ്മേണം. അപ്പോൾ നമ്മെല്ലാവരും ചായ കുടിക്കുന്നു. അധികം അരി കൊണ്ട് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് നോക്കലുണ്ട്. അപ്പോൾ എപ്പോൾ ഉണ്ടാക്കിയാലും ഓരോ ദിവസത്തെ ഓരോന്നും സ്പെഷ്യലാണ്. അപ്പോൾ സൂപ്പർ അരി ഉണ്ട്. അപ്പം അതിനോണ്ട് ഏലക്കായൻ്റെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ നമ്മ പിന്നെ അരിയുണ്ടേന്റെ റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാരും ഉണ്ടാക്കിയിട്ട് കമന്റ് അറിയിക്കണം. അതെ, വൈകുന്നേരം കുഞ്ഞാളുടെ സ്കൂളിട്ട് വരുമ്പോഴത്തേനും വേഗം വീട്ടിൽ തന്നെ ഉണ്ടാക്കും. ഇനിയിപ്പം വീട്ടിലെല്ലാം നമ്മിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഈ മട്ടരി തന്നെ വേണമെന്നില്ല, നമുക്ക് റേഷൻ അരി കൊണ്ടും ഉണ്ടാക്കാറാമ. അതെ, റേഷൻ അരി ഉണ്ടാക്കാം. അപ്പൊ നമ്മ ഇതുകൊണ്ടാണ് ആക്കരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചാണ്. നമ്മ പുറത്ത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ അരിയാണ് എടുക്കല്. ടമാട്ടരി ടേസ്റ്റ് ഉണ്ട്, നെയ്യിൻ്റെയും അല്ല നല്ലൊരു ടേസ്റ്റ്. ലോകു കൈ ഇരിയുന്നു. ലോകുന്റെ കൈ ഇരിക്കിട്ടൊന്നും ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അത് കളിക്കാൻ പോയിട്ടുണ്ടോ? വരുമ്പത്തിന് ഇല്ലെങ്കിൽ ഇവിടെ ഭൂകമ്പായിരിക്കും. അപ്പൊ ഇന്ന് ചെറുതായിട്ട് മഴയെല്ലാം ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചൂട് കട്ടൻ ചായയും നല്ല അരിയുണ്ട്. പേര് മഴയുണ്ടായിന്. ഇന്ന് കുഞ്ഞക്ക് സ്കൂളില്ലാത്തോണ്ടാന്ന് തോന്നുന്നു മഴ അങ്ങനെ ഉണ്ടായില്ല. അവധി പ്രഖ്യാപിച്ച ദിവസം അങ്ങനെയാണ്, മഴ കുറവായിരിക്കും. അപ്പോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മളെ റെസിപ്പിയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.